കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ പത്രപംക്തികളെ ടി വി ചാനലുകളൊക്കെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് പാതി വില തട്ടിപ്പ്. ഈ പാതി വില തട്ടിപ്പിനെ കുറിച്ച് എന്താണ് വീഡിയോ അതെന്ന് കുറച്ചധികം ആൾക്കാരെ എന്നോട് ചോദിക്കും. സത്യം പറഞ്ഞ് ഇതിനെക്കുറിച്ചൊക്കെ എന്തു വീഡിയോ ചെയ്യാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ചു. ഒറ്റ കേൾവിയിൽ തന്നെ അറിയാം ഇത് മഹാ തട്ടിപ്പാണ് എന്നുള്ള കാര്യം. അത് മനസ്സിലാക്കാതെ അതിനകത്തുകൊണ്ട് പണം മുടക്കുകയും കാശ് പോയി കഴിഞ്ഞപ്പോൾ അയ്യോ പോയേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയും ചെയ്യുന്നവരോട് നമുക്ക് പരിഹാസമല്ലാതെ പുച്ഛമല്ലാതെ എന്താണ് തോന്നുക? എനിക്കിതാണ് തോന്നുന്നത്. ഇതറിയാത്ത ആളുകളൊന്നുമല്ല കൊണ്ട് പൈസ മുടക്കിയത്. അവരുടെ കാശ് പോകണം, കാശ് പോയി, കാശ് പോയല്ലോ എന്ന് കരുതി സമാധാനിക്കുക, സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പകുതി വിലയ്ക്ക് സ്കൂട്ടർ തരാം, പകുതി വിലയ്ക്ക് മോട്ടോർ സൈക്കിൾ തരാം, പകുതി വിലയ്ക്ക് വാഷിംഗ് മെഷീൻ തരാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഇന്നത്തെ കാലത്ത് അതിന് വിശ്വാസ്യത ഉണ്ടാകാൻ വേണ്ടി റിട്ടയർ ചെയ്ത ജഡ്ജിയുടെ പടം വെച്ച് ഫ്ലക്സ് അടിക്കും, അല്ലെങ്കിൽ നാട്ടിൽ മേൽവിലാസമുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പടം വെച്ച് അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികൾ നടത്തുന്നു. ഒന്നോ രണ്ടോ പേർക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കും, രണ്ടോ മൂന്നോ പേർക്ക് വാഷിംഗ് മെഷീൻ കൊടുക്കും, അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കും, കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെ കിട്ടാവുന്നതിൻ്റെ പരമാവധി പണം കിട്ടിയതിന് ശേഷം ഇവന്മാർ മുങ്ങുന്നു. പോലീസുകാർക്ക് ചാകരയാണ്. ഓരോ പോലീസ് സ്റ്റേഷനിലും ഈ പണം നഷ്ടപ്പെട്ട ഓരോരുത്തരുടെ പേരിൽ പരാതി രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് പ്രതികളുടെ അടുത്ത് കിട്ടാവുന്നത് മേടിക്കും. പല സ്റ്റേഷനിലും നടക്കുന്നതായിട്ട് എനിക്കറിയാം. പണം നഷ്ടപ്പെട്ട ചില ആളുകൾ എന്നെ സമീപിച്ചു. മറ്റുള്ളവരുടെ പരാതി രജിസ്റ്റർ ചെയ്യില്ല. അവസാനം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പരാതി രജിസ്റ്റർ ചെയ്ത ആളുടെ പൈസ ഇവർ തിരിച്ചു കൊടുക്കും, അതിൻ്റെ ഇരട്ടി പൈസ കൊടുക്കും, ബാക്കിയുള്ളവരുടെ പൈസ പോകും. പോലീസുകാർക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാവും. അങ്ങനെ ഈ യോഗ്യന്മാർ നെഞ്ചു വിരിച്ച് നടക്കും. ഇത് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിട്ടുള്ളതാണ്. ഈ ഓറിയൻ്റൽ ഫിനാൻസ് മുതൽക്കുള്ള തട്ടിപ്പുകളൊക്കെ നടന്നതാണ്. പിന്നീട് ആട് തേക്ക് മാഞ്ചിയത്തിൽ ഇതാണ് നടന്നത്. അങ്ങനെ അനവധി തട്ടിപ്പുകൾ സംഭവിച്ചതാണ്. ഇതിന് ചെറിയൊരു അപവാദം എന്ന് പറയാവുന്ന ടോട്ടൽ ഫോർ യു തട്ടിപ്പ് മാത്രമായിരുന്നു. 22 വയസ്സുള്ളൊരു ചക്കൻ കോടിക്കണക്കിന് രൂപ ആളുകളെ പറ്റിച്ചുണ്ടാക്കി. അന്ന് നാട് ഭരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ മകനും ആയിട്ട് ഇയാൾക്ക് ബിസിനസ് പങ്കാളിത്തമുണ്ടായിരുന്നു. ഈ മന്ത്രിപുത്രൻ്റെ വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇവനെ ഒരുപാട് കാലം ജയിലിലിട്ടു, ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി. ഒരു കേസിൽ ജാമ്യം കിട്ടുമ്പോഴത്തേക്കും വേറെ 2 കേസ് രജിസ്റ്റർ ചെയ്യും, അതിൽ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ഈ തട്ടിപ്പുകാരനായ പയ്യൻ കുറച്ചധികം കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇവൻ തട്ടിപ്പുകാരനായതുകൊണ്ട് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടായി. പ്രതിപക്ഷത്തിന് ഇയാളുടെ കാര്യം പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിലുള്ള തട്ടിപ്പ് തന്നെയാണ് പാതി വിലയിൽ നടന്നിട്ടുള്ളത്. പല പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ഇയാൾക്ക് അടുത്ത് പരിചയമുണ്ട്, ബന്ധമുണ്ട്. പല ആളുകൾക്കും ഇവൻ പൈസ കൊടുത്തിട്ടുമുണ്ട്. പൈസ കിട്ടിയ ആരെങ്കിലും പൈസ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഇനി ഞാൻ ഇന്ന ആളുകൾക്ക് പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലീസുകാർ വല്ല നടപടി എടുക്കുമോ? എടുക്കില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, മാർക്സിസ്റ്റുകാർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, BJPക്കാർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, മറ്റ് പാർട്ടിക്കാർക്ക് പൈസ കിട്ടിയിട്ടുണ്ടാകാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഒരു അന്വേഷണം നടക്കുകയില്ല. ഈ പ്രതിയായവൻ കുറച്ച് കാലം സബ് ജയിലിൽ കിടക്കും. അത് കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങും. കാശ് പോയ ആൾക്കാരുടെ കാശ് എന്നേക്കുമായിട്ട് പോയി. ഇത്ര കാര്യമുള്ളൂ. ഇതാണ് പാതി വിലയിൽ നടന്നത്. പക്ഷേ പത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകളൊക്കെ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ചുള്ള ആളുകളെ ഇങ്ങനെ ത്രില്ലടിപ്പിക്കണമല്ലോ. ത്രില്ലിന് വേണ്ടിയിട്ടാണ് വാർത്തകൾ കൊടുക്കുന്നത്. അതിപ്പോൾ റാഗിങ്ങിൻ്റെ കേസാണെങ്കിലും ശരിയാണ്, പാതി വില തട്ടിപ്പാണെങ്കിലും ശരിയാണ്, ഉരുൾ പൊട്ടിയതാണെങ്കിലും ശരിയാണ്. ആളുകളെ ഞെട്ടിക്കണം, ത്രില്ലടിപ്പിക്കണം. ഈ ത്രില്ല് കൊണ്ട് കച്ചവടം നടത്തണം. ഇത്ര താല്പര്യമുള്ളൂ. ഞാൻ പറയാൻ വന്ന രണ്ടാമത്തെ കാര്യം ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇവിടെ ഹലാൽ സ്വർണം എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി എല്ലാ പത്രത്തിലും പരസ്യം കൊടുത്തു. മനോരമയുടെ 1-ാം പേജിൽ ഫുൾ പേജ് പരസ്യമാണ്, മാതൃഭൂമിയുടെ 1-ാം പേജിൽ പരസ്യമാണ്, മാധ്യമത്തിൻ്റെ 1-ാം പേജിൽ പരസ്യമാണ്, കേരളകൗമുദിയുടെ 1-ാം പേജിൽ പരസ്യമാണ്. അൽ മുക്താദിർ ജ്വല്ലറിയുടെ പരസ്യമില്ലാത്ത ഒരു പത്രവും ഇല്ല. എല്ലാ പത്രക്കാർക്കും ഈ പരസ്യം കൊടുക്കുന്ന സമയത്ത് തന്നെ അറിയാം ഇത് ഭൂലോക തട്ടിപ്പാണ്. പണിക്കൂലിയില്ലാതെ, പണിക്കുറവില്ലാതെ 91.6 എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുമ്പോൾ തന്നെ, പരസ്യം കൊടുക്കുമ്പോൾ അറിയാം ഇത് തട്ടിപ്പാണ്. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല. പണിക്കൂലി ഇല്ലാതെ ആർക്കെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ പറ്റുമോ? അന്ന് തന്നെ ഈ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടന ഇതിനെതിരെ രംഗത്ത് വന്നാണ്. ഇത് തട്ടിപ്പാണ് എന്ന് അവർ മുന്നറിയിപ്പ് കൊടുത്താണ്. നമ്മുടെ ഷാജൻ സ്കറിയ ഇതിനെക്കുറിച്ച് അനവധി സ്റ്റോറികൾ അദ്ദേഹത്തിൻ്റെ ഈ മറുനാടൻ മലയാളിയിൽ തട്ടിവിട്ടാണ്. അപ്പോൾ ഷാജൻ സ്കറിയ മുസ്ലിങ്ങളോട് വിരോധമുള്ള ആളാണ്, ഇസ്ലാമോഫോബിക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാളെ പിന്തുണയ്ക്കുന്ന ആളുകൾ മുമ്പോട്ട് വന്നു. എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ, പാർലമെൻറ്റ് അംഗങ്ങൾ, മന്ത്രിമാരടക്കം, ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ള ആളുകൾ ഈ ഫ്രോഡിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഇയാളുടെ സകലവിധ തട്ടിപ്പുകൾക്കും മൗനമായ പിന്തുണ കൊടുക്കുകയും ചെയ്തു. അവർക്കും അറിയാം ഇത് തട്ടിപ്പാണെന്നുള്ളത്. ഇത് അധികം നാൾ നീണ്ടു നിൽക്കില്ല എന്ന് ആർക്കും അറിയാം. അത് കഴിഞ്ഞ്
സകല ചാനലുകാരും ഇയാളുടെ വാർത്തകൾ കൊടുത്തു. ഈ ഷാജൻ സ്കറിയക്കെതിരെ ഇയാൾ കേസ് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചോളൂ, കേസ് കൊടുക്കാൻ പറ്റില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇയാളുടെ സ്ഥാപനത്തിൽ ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടായി. അപ്പോഴും പുള്ളി പറഞ്ഞു, ഇത് എനിക്കെതിരെ മറ്റ് സ്വർണ്ണ വ്യാപാരികളുടെ താല്പര്യപ്രകാരം ഇൻകം ടാക്സുകാർ, കേന്ദ്ര ഏജൻസികൾ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിഷ്കളങ്കനായ സാത്വികനായ അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ കച്ചവടം ചെയ്യുന്ന എന്നെ ഇതാ പൂട്ടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് പുള്ളി അവിടെ ബലിയാടാകാൻ അല്ലെങ്കിൽ ഇരവാദം മുഴക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴും മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തു. അൽ മുക്താദിർ ജ്വല്ലറിക്കെതിരായി നടക്കുന്ന ദുഷ്പ്രചരണങ്ങളിൽ വഞ്ചിതരാകരുത് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. അതും കഴിഞ്ഞ് ഇയാൾ നിക്കക്കള്ളില്ലാതെ നാട് വിട്ടുപോയി. പോട്ടെ, ചില ഈ മുല്ലാക്കന്മാരും മുക്രിമാരൊക്കെ പുള്ളിയുടെ കള്ളക്കച്ചവടത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇതുപോലൊരു യോഗ്യരെ കണ്ടിട്ടില്ല, യഥാർത്ഥ ദീനി വിശ്വാസി എന്നൊക്കെ പറഞ്ഞു. കാശ് പോയി കഴിഞ്ഞപ്പോൾ ആർക്ക് പോയി? പാവപ്പെട്ട ആളുകൾക്ക് പോയി. ഏതെങ്കിലും മൊല്ലാക്കയ്ക്ക് കാശ് പോയി എനിക്കറിയില്ല, മതപണ്ഡിതന്മാരുടെ കാശ് പോയെന്ന് നമുക്കറിയില്ല, അവർക്ക് എന്ത് പ്രതിഫലം കിട്ടിയെന്ന് നമുക്കറിയില്ല. അതിൽ അവർക്ക് പരലോകത്തിൽ ചെല്ലുമ്പോൾ കൃത്യമായ പ്രതിഫലം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിപ്പോൾ ആകെ ബാക്കിയുള്ളൂ. ഇതുപോലെയുള്ള തട്ടിപ്പുകാരാണ് നടക്കുന്നത്. പക്ഷേ ഈ വാർത്ത മനോരമയിൽ വരില്ല. എന്താ വരാത്തത്? അൽ മുക്താദിർ ജ്വല്ലറി പൊട്ടി, അതിൻ്റെ ഉടമസ്ഥൻ മുങ്ങി എന്ന വാർത്ത മനോരമയിൽ നിങ്ങൾ ആരെങ്കിലും വായിച്ചു? ഒരു സ്ഥലത്തും വന്നില്ല. അയാളുടെ വീട്ടുപടിക്കൽ ആളുകൾ ലഹള ഉണ്ടാക്കുന്നു എന്ന വാർത്ത മനോരമയിലോ മാതൃഭൂമിയിലോ കേരളകൗമുദിയിലോ മാധ്യമത്തിലോ വേറെ ഏതെങ്കിലും പത്രത്തിലോ ദേശാഭ അല്ലെങ്കിലും വന്നില്ല. എന്താ വരാത്തത്? വരാൻ പറ്റുകയില്ല. കാരണം അതിന് ഭാഗത്തിന് പരസ്യം അയാളുടെ അടുത്ത് മേടിച്ചു. ഇയാൾ നടത്തിയ സകല തട്ടിപ്പിനും കുടപിടിച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളാണ്. മാതൃഭൂമിയും മലയാള മനോരമയും അടക്കമുള്ള പത്രങ്ങളാണ് ഇതിന് വലിയ പരസ്യം കൊടുത്തത്. അതിന് കൃത്യമായ പ്രതിഫലം വാങ്ങി. അല്ലാണ്ട് പരലോക പുണ്യത്തിന് വേണ്ടിയിട്ടല്ലോ മാത്തുക്കുട്ടിച്ചായൻ പരസ്യം വാങ്ങിക്കുന്നത്. അല്ല, ഒരിക്കലുമല്ല. മാധ്യമവും സുപ്രഭാതവും തേജസ്സും സിറാജും ചന്ദ്രികയും വരെ കൃത്യമായിട്ട് കാശെണ്ണി മേടിച്ചിട്ടാണ് അൽ മുക്താദിറിൻ്റെ പരസ്യം സ്വീകരിച്ചത്. അതുകൊണ്ട് ഏറ്റവും അധികം വഞ്ചിക്കപ്പെട്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. കാരണം ഹലാൽ സ്വർണ്ണമാണ്. ഹലാൽ സ്വർണം എന്ന് പറഞ്ഞൊരു സ്വർണ്ണമുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ പിന്നെ മലബാർ ഗോൾഡിൽ പോയി മേടിച്ചാൽ പോരെ, അത് ഹലാലല്ലേ? എന്തോ ആട്ടെ, ഏതായാലും ഇയാൾ ആളുകളെ പറ്റിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആളുകളുടെ കാശ് പോയി എന്നതിൽ യാതൊരു സംശയമില്ല. ഇനി അയാളെ കണ്ടു കിട്ടണമെങ്കിൽ ഈ ചന്ദ്രമണിക്കരുടെ അടുത്ത് പോയിട്ട് മഷിയിട്ട് നോക്കേണ്ടി വരും. ഇയാൾ എവിടെ ഉണ്ടെന്ന് അറിയാനായിട്ട്. പോലീസുകാർക്കറിയാം, പക്ഷേ പുള്ളിയെ പിടിക്കില്ല. കാരണം അവിടെയും സാമാന്യമായിട്ട് പുള്ളി കെട്ടിയിട്ടുണ്ടാവും. പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മതപണ്ഡിതന്മാർക്കും ഒക്കെ അറിയാം. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പാതിവില തട്ടിപ്പ് പത്രത്തിൽ വരും, ഹലാൽ സ്വർണ്ണ തട്ടിപ്പ് പത്രത്തിൽ വരികയില്ല. ഇതാണ് വ്യത്യാസം. ഇതാണ് ഇവിടെ പറയാൻ ശ്രമിച്ചത്. ഏതായാലും സംഗതി ജോറായിട്ടുണ്ട്. അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ട് പുതിയ എന്തെങ്കിലും സംരംഭവുമായിട്ട് വന്ന് ആളുകളെ ഇനിയും പറ്റിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹത്തിൻ്റെ വ്യാപാര വിജയത്തിനും പാരത്രിക സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.